ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് വില്ലേജുകളിൽ അടയ്ക്കാറുള്ള KBT അഥവാ ലക്ഷറി ടാക്സ് ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ സിറ്റിസൺ ലോഗിനിലൂടെയാണ് നമ്മൾ പ്രവേശിച്ച് KBT ടാക്സ് അഥവാ ലക്ഷറി ടാക്സ് അടയ്ക്കേണ്ടത്. സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അത് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ പോയി കണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് സിറ്റിസൺ ലോഗിനൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മുടെ നോർമൽ യൂസറാണ്. നമ്മളെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക, സൈനിങ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റർഡ് ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായി തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് വേണ്ടത് ലക്ഷറി ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഡാഷ്ബോർഡിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഡാഷ്ബോർഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടുത്തെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടുന്ന് താഴേക്ക് വരുമ്പോൾ മൂന്നാമത് കിടക്കുന്ന KBT അഡീഷണൽ ടാക്സ് അഥവാ ലക്ഷറി ടാക്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ വന്നു. അവിടെ വ്യക്തമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വിശദമായിട്ട് നമ്മൾ വായിച്ച് നോക്കേണ്ടതാണ്. ആ നിർദ്ദേശങ്ങളെല്ലാം വായിച്ച് നോക്കുക. ഇവിടെ ഫയൽ റെഫറൻസ് നമ്പർ നൽകുക. റെഫറൻസ് നമ്പർ നൽകിയതിന് ശേഷം ഗെറ്റ് അടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അവിടെ തന്നെ പെയ്ഡ് ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമുക്ക് എൻ്റർ ചെയ്താൽ നമ്മൾ ഏറ്റവും അവസാനം പെയ്ഡ് ചെയ്ത നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ അടച്ച ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ആയിട്ട് ഇവിടെ പെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് അടക്കുന്നതെന്ന് നോക്കാം. ഈ പെയ്ഡ് ഡീറ്റെയിൽസ് അടിച്ചാൽ നമ്മൾ മുൻ വർഷങ്ങളിൽ അടച്ച ഡീറ്റെയിൽസ് നമുക്ക് കാണാം. നമുക്ക് ഗെറ്റ് അടിച്ച് മുന്നോട്ട് പോകാം. അപ്പം നമ്മുടെ ഇത്രയും വിവരങ്ങൾ വിശദമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പേ നൗ കൊടുക്കാം. പേ നൗ കൊടുക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോയി ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. അത് തിരഞ്ഞെടുക്കുക. അവിടെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നോക്കി പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പം അങ്ങനെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു GRN ജനറേറ്റഡ് വരും. അവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് കാർഡുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. UPI ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഇവിടെ ഫോൺ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ എൻ്റർ UPI ID അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് ഇവിടെ വരും. അതിനുശേഷം പേ നൗ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ഈ ചാനൽ സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.